ബി നോട്ട് വാഴ, ബി ലൈക്ക് സ്മാർട്ട്. നമ്മൾ വാഴയാവാൻ പാടില്ല, സ്മാർട്ട് ആയിരിക്കണം. ഓണപരീക്ഷ നമുക്ക് സെറ്റ് ആവണം. ദാ ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ. ഐഡന്റിഫൈ ദ സെൽ ഓർഗൻ അല്ലേ, ഈ സെൽ ഓർഗൻ അല്ലേ, ഈ കോശാംഗം ഏതെന്ന് തിരിച്ചറിയുക. ഈ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാരാടാ മൈറ്റോകോൺഡ്രിയോൺ. ആരാണ്? മൈറ്റോകോൺഡ്രിയോൺ. ഈ ബർഗറിൻ്റെ ഷേപ്പിലുള്ള ഈ ചങ്ങായിനെ നമ്മൾ വിളിക്കും മൈറ്റോകോൺഡ്രിയോൺ. എന്താണ് പേര്? മൈറ്റോകോൺഡ്രിയോൺ. മലയാളത്തിൽ അവൻ്റെ പേരെന്താണ് സാർ? മൈറ്റോകോൺഡ്രിയോൺ. മലയാളത്തിലും ഇംഗ്ലീഷിലും അവർക്ക് ഒറ്റപ്പേരേ ഉള്ളൂ, മൈറ്റോകോൺഡ്രിയോൺ. എന്നാൽ രണ്ടാമത്തെ ചോദ്യം, ഇതിൻ്റെ ഫങ്ഷൻ മെൻഷൻ ചെയ്യാനാണ്, ഇതിൻ്റെ ധർമ്മം എഴുതുക. എന്താണ് ഇയാളുടെ പരിപാടി? ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഇയാളുടെ പരിപാടി എന്താണ്? എന്താ പരിപാടി? എനർജി പ്രൊഡക്ഷൻ. ഓക്കെ. അപ്പോൾ എനർജി പ്രൊഡക്ഷൻ ആൻഡ് എനർജി സ്റ്റോറേജ്. അപ്പോൾ സ്റ്റോറേജ് ഓഫ് എനർജി ആൻഡ് സ്റ്റോറേജ് ഓഫ് പ്രൊഡക്ഷൻ എഴുതിയാൽ മതി. എനർജി പ്രൊഡക്ഷൻ ആൻഡ് എനർജി സ്റ്റോറേജ് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, തെറ്റിക്കണ്ട. എനർജി പ്രൊഡക്ഷൻ ആൻഡ് എനർജി സ്റ്റോറേജ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഊർജ നിർമ്മാണത്തിനും ഊർജ സംഭരണത്തിനും, ഊർജത്തെ എങ്ങനെ നിർമ്മിക്കാനും ആ നിർമ്മിച്ച ഊർജത്തെ സംഭരിക്കാൻ സ്റ്റോർ ചെയ്യാനുമാണ് ആര് സഹായിക്കുന്നത്? മൈറ്റോകോൺഡ്രിയോൺ സഹായിക്കുന്നത്. അപ്പോൾ ഇവനൊരു ചില്ലറക്കാരനല്ല, ഇവൻ മെയിനാണ്. ഈ പുള്ളി മെയിനാണ്. ഈ ലെവൻ അടിപൊളിയാണ്, സൂപ്പറാണ്. കാരണം ഇവനില്ലെങ്കിൽ നമ്മൾക്ക് എനർജി ഉണ്ടോ? നെഹി, നമ്മൾക്ക് എനർജി ഇല്ല. അപ്പോൾ ബോഡിയിൽ സെല്ലിൽ എനർജി പ്രൊഡക്ഷൻ സഹായിക്കുന്നത് ആരാണ്? മൈറ്റോകോൺഡ്രിയോൺ. ഇവനാണ് മൈറ്റോകോൺഡ്രിയോൺ. ഇനി പരീക്ഷയ്ക്ക് ഇവന് പകരം വേറൊരു സെൽ ഓർഗനലിൻ്റെ ചിത്രം തരാണ്, എന്നിട്ട് അതാരാന്ന് ചോദിക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളതും പഠിക്കണ്ടേ? അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മളെല്ലാം പഠിക്കണം, എന്നാലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മളൊന്നുമല്ല. പക്ഷേ നമുക്കിങ്ങനെ ഊഹിക്കാം, ഇത് ചാൻസ് ഉണ്ട്, ഒരു പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം? ആശ്വസിക്കാമെന്നേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? എല്ലാതും ഒന്ന് പഠിച്ചു വെക്കാം, നമ്മൾ രക്ഷപ്പെടും. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ബിക്കോസ് കാരണം നമ്മൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യാം? ഒരു 2 കൂടി പഠിച്ചു വെക്കാം. ഞാൻ പറയുന്ന ആ ഒരു മൂന്നെണ്ണം ഞാൻ പറഞ്ഞു തരും. ആ 3 ഏതെങ്കിലും ഒന്നേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ, അത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആളാണ് ഇയാൾ. ഇത് നമ്മൾ പഠിച്ചു, ഇയാളെ മൈറ്റോകോൺഡ്രിയോൺ. ഓക്കെ, അപ്പോൾ ഇയാളെ വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇവനാണ് മൈറ്റോകോൺഡ്രിയോൺ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവൻ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജിക്കാണ് സഹായിക്കുക. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഒരു ഇരട്ടപ്പേരുണ്ട്, പവർ ഹൗസ് ഓഫ് ദ സെൽ. സെല്ലിലെ പവർ ഹൗസ്, ഊർജ്ജ നിലയം എന്ന് ആരറിയപ്പെടുന്നു? ഇയാൾ അറിയപ്പെടുന്നു. ഇയാൾ ഒരുപാട് കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഒന്ന് ബ്രെയിനിലാണ്. കാരണം ബ്രെയിൻ എപ്പോഴും എനർജി വേണം. എപ്പോഴും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങളും ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ആകെ റെസ്റ്റപ്പിളാണ് കടന്നുറങ്ങുമ്പോൾ മാത്രം. സോ ബ്രെയിനിന് എന്തുണ്ടാവണം? ഇഷ്ടംപോലെ എനർജി വേണം. സോ അവിടെ ഒരുപാട് എന്തുണ്ടാവും? മൈറ്റോകോൺഡ്രിയോൺസ് ഉണ്ടാവും. അതേപോലെ തന്നെ ലിവറിൽ കുറേ മൈറ്റോകോൺഡ്രിയോൺസ് ഉണ്ടാവും, മസിൽസിലും കുറേ മൈറ്റോകോൺഡ്രിയോൺസ് ഉണ്ടാവും. അവിടെയൊക്കെയാണ് ഇത് അബണ്ടൻ്റ്ലി സീൻ എന്ന് വെച്ചാൽ ഒരുപാട് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? അടുത്ത ആളെ കുറിച്ച് പഠിക്കാം. യെസ്, ഇയാളെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല സാർ, എന്തോ ഒരു വൃത്തികെട്ട സ്ട്രക്ചറാണ്. എന്തായാലും ഈ സ്ട്രക്ചർ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഇതെനിക്ക് ഒരു അച്ചപ്പം പോലെയൊക്കെ തോന്നുന്നുണ്ട്. നമ്മളെ കടകളിലൊക്കെ ഉണ്ടാവില്ല അച്ചപ്പം, നുറുക്കൊക്കെ, അതേപോലത്തെ ഒരു സ്ട്രക്ചർ തോന്നുന്നുണ്ട്. എന്തായാലും ചീസ് പോലെ തോന്നുന്നുണ്ട്, ചീസ് പോലെ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കരുത്. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കണ്ണും ചിമ്മി എഴുതണം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കണ്ണ് ചിമ്മി എഴുതുമ്പോൾ സ്പെല്ലിങ് തെറ്റാതെ നോക്കണം കേട്ടോ. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്ത് റെറ്റിക്കുലം? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മലയാളത്തിൽ എന്താ പേര് സാർ? മലയാളത്തിൽ അതന്നെ പേര്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ ഇയാളുടെ പേരെന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ഇയാളുടെ ഫംഗ്ഷൻ പഠിക്കാം. ഇയാളുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, അതായത് കോശത്തിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസിനെ കണ്ടക്ഷൻ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ആ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക? ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? സാധനങ്ങൾ എത്തിക്കുക. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽസ് ടേക്സ് പ്ലേസ് ത്രൂ ദിസ് സെൽ ഓർഗൻ അല്ലേ. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം അങ്ങോട്ടും ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്? ഇതിലൂടെയാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ദ പാസേജ് ഇൻ ദ സെൽ, സെല്ലിലെ പാസേജ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ കോശത്തിലെ സഞ്ചാരപാത എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സഞ്ചാരപാത അല്ലെങ്കിൽ പാസേജ് ഇൻ ദ സെൽ. ഓക്കെ അല്ലേ? ഇനി ഇതിന് വേറൊരു പണിയും കൂടി ഉണ്ട്, വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. എന്താ ഫംഗ്ഷൻ എന്നറിയോ? ഇതൊരു സെല്ലിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം
പാസേജ് ഓഫ് ദ സെല്ലാണ് ആര് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ എല്ലാ സ്ഥലത്തും ആ സാധനം വേണം, എന്നാലല്ലേ എല്ലായിടത്തും സാധനം എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലുള്ള പാസേജ് എന്താ, റോഡുകളാണ്. റോഡുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകുന്നത്. എല്ലാ നാട്ടിലും റോഡ് ഉണ്ടോ? ഉണ്ട്. കാരണം എന്താണ്, റോഡ് ഉണ്ടെങ്കിൽ എന്തെയുള്ളൂ, എല്ലാ സ്ഥലവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും അവിടെ ഇങ്ങനെ പരന്ന് നടക്കുന്നുണ്ട്. കാരണം എന്താ, എല്ലായിടത്തേക്കും എന്ത് വേണം, പാസേജ് ഇൻ ദ സെല്ല് വേണം. അതുകൊണ്ട് തന്നെ ഇതെല്ലാ ഭാഗത്തും ഉണ്ടായത് കൊണ്ട് തന്നെ, ഇതെല്ലാ ഭാഗത്തും ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്തും കൂടി അറിയപ്പെടുന്നു എന്നറിയോ, ആൾസോ നോൺ ആസ് സൈറ്റോസ്കെലട്ടൺ, കോശ അസ്ഥികൂടം എന്നറിയപ്പെടുന്നു. കാരണം ഇതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കോശത്തിന് എന്തില്ല, പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല. കാരണം ഇവനാണ് മെയിൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചു, ബലൂണിൽ ഇഷ്ടംപോലെ കാറ്റുണ്ടാവും, ബലൂൺ വീർപ്പിച്ചു കഴിഞ്ഞാൽ ഇത്ര വലിപ്പം ഉണ്ടാവും അല്ലേ, ഇത്ര ഒന്നും ഇല്ലെങ്കിൽ ഒരു ഇത്രയൊക്കെ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറയുക, അതിലത്തെ കാറ്റൊക്കെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ അതിന് എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടോ? ഇല്ല. കാരണം എന്താ, അതിലെ കാറ്റാണ് അതിന് ആ സ്ട്രക്ചർ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ മെയിൻ ആരാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവനില്ലെങ്കിൽ അതിന് സ്ട്രക്ചറൊന്നും ഇല്ല. കാരണം ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നിലനിർത്തുന്നത് ആരാ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ഫിംനെസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ സെല്ല്. നമ്മളെ സെല്ലിന്, നമ്മളെ കോശത്തിന് ദൃഢതയും ആകൃതിയും കൊടുക്കുന്നു, ഷേപ്പും ഫിംനെസ്സും കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതെന്തറിയപ്പെടുന്നു, സൈറ്റോസ്കെലട്ടൺ അല്ലെങ്കിൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. സൈറ്റോസ്കെലട്ടൺ അല്ലെങ്കിൽ കോശാസ്ഥികൂടം. ഇനി ഇയാളും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അതാ നമ്മളെ ബോക്സിങ്ങിനുള്ള ആ ഒരു ഗ്ലൗവില് ആ സാധനമില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ഷേപ്പുള്ളതാ ഇവനാണെന്ത്, റൈബോസോം. എന്താണ് പേര്, റൈബോസോം. ഓക്കെ, റൈബോസോമിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, അതിനാകെ ഒരു പണിയേ ഉള്ളൂ, പ്രോട്ടീൻ സിന്തസിസ്. എന്താണ് പേര്, പ്രോട്ടീൻ സിന്തസിസ്. റൈബോസോമിൻ്റെ പണി പ്രോട്ടീൻ സിന്തസിസ്. ഇനി ഇവിടെ പഠിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, എവിടെയാണ് ഈ റൈബോസോം കാണപ്പെടുക? അപ്പോൾ എല്ലാവരും പറയും സെല്ലിൻ്റെ ഉള്ളിൽ. അങ്ങനെ എഴുതിച്ചിട്ട് കാര്യമില്ല. സെല്ലിൻ്റെ ഉള്ളിലാണ് റൈബോസോം എന്നുള്ളത് ഏത് മരമണ്ടന്മാർക്കും അറിയാം. പക്ഷെ നമ്മൾ ബുദ്ധിമാന്മാരാണ്, നമ്മൾ എന്ത് എഴുതി വെക്കണം, സെല്ലിൻ്റെ ഉള്ളിൽ എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് ആരായിരുന്നു, തൊട്ട് മുമ്പ് ഇപ്പോൾ ആരാ പഠിച്ചത്, പോയോ, തൊട്ട് മുമ്പ് ആരാ പഠിച്ചത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നിങ്ങൾ കേൾക്കണം സുഹൃത്തുക്കളെ, അതായത് ഈ റൈബോസോമില്ലേ, ഈ റൈബോസോം ഒന്നുകിൽ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്തിട്ട് അതിനോട് ചേർന്ന് അതിനോട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കാണപ്പെടും. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്ന അറിയോ, കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ട് കാണപ്പെടും, ഫ്രീ ഇൻ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കാണപ്പെടും. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മിങ്കിളായിട്ടുണ്ടാവും അല്ലെങ്കിൽ സിംഗിളായിട്ടുണ്ടാവും. മിങ്കിളായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരെന്താണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഫ്രീ ആയി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഫ്രീ ഇൻ സൈറ്റോപ്ലാസം. ഇതാണ് ഇവരുടെ പ്രത്യേകതകൾ. ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു, ഈ ടോപ്പിക്കും ഇവിടെ അവസാനിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ബി നോട്ട് വാഴ, ബി ലൈക്ക് സ്മാർട്ട്. ഓൾ ദി ബെസ്റ്റ്.